നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിശക്തമായ മഞ്ഞുവീഴ്ച, കടുത്ത മഴ, 60-ലധികം ആളുകൾ ഇതിനോടകം തന്നെ മരണപ്പെട്ടുവെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. മറ്റെവിടെയുമല്ല, അഫ്ഗാനിസ്ഥാനിലാണ് കഴിഞ്ഞ ദിവസങ്ങളായി അതിശക്തമായ മഴ തുടരുന്നത്. അതിനോടൊപ്പം തന്നെ കനത്ത മഞ്ഞുവീഴ്ചയും. 61 പേർ ഇതിനോടകം മരണപ്പെട്ടുവെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട്. മരണസംഖ്യ ഇനിയും വർദ്ധിക്കുമെന്നാണ് സൂചനയും. രാജ്യത്തിൻ്റെ പല മേഖലകളിലായി കാലാവസ്ഥാ വ്യതിയാനം കനത്ത നാശനഷ്ടങ്ങൾ തന്നെയാണ് വിതച്ചിരിക്കുന്നത്. മരിച്ചതിൽ ഭൂരിഭാഗം ആളുകളും വീടുകൾ തകർന്നു വീണും കടുത്ത തണുപ്പ് മൂലവുമായിരുന്നു അപകടത്തിൽപ്പെട്ടത്. നിരവധി ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. 10-ലധികം ആളുകളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. അവരെ തിരഞ്ഞുകൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് അഫ്ഗാനിസ്ഥാനിലെ പല പ്രധാനപ്പെട്ട പാതകളും അടച്ചിട്ടു. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട സാഹചര്യം. പല ഗ്രാമങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയിൽ. 100 കണക്കിന് വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നു വീണു. കൃഷിയിടങ്ങളും കന്നുകാലികളും നശിച്ചതോടെ കർഷകർ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുവെങ്കിൽ പോലും മോശം കാലാവസ്ഥയും മഞ്ഞും പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. കനത്ത സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന അഫ്ഗാനെ സംബന്ധിച്ച് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രകൃതിക്ഷോഭം അവിടുത്തെ ജനതയുടെ ദുരിതം ഇരട്ടിയാക്കിയിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും കാലാവസ്ഥ മോശമായി തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. താലിബാൻ സർക്കാർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര സഹായം അടക്കം അത്യാവശ്യമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ് ഉയർത്തുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നുമുള്ള നിർദ്ദേശമാണ് അധികൃതർ കൊടുക്കുന്നത്. അതേസമയം കേരളത്തിൽ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ബുധനാഴ്ച വരെ തമിഴ്നാട്ടിലും കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലും മഴ സാധ്യത തുടരും. വടക്കൻ കേരളത്തിൽ കൂടുതൽ തണുപ്പ് അനുഭവപ്പെട്ടേക്കും. ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാട് തീരത്തോട് ചേർന്ന് ശ്രീലങ്ക വരെ ഒരു ന്യൂനമർദ്ദ പാത്തി അന്തരീക്ഷത്തിന്റെ താഴ്ന്ന ഉയരത്തിലായി രൂപപ്പെട്ടു. ഇത് തമിഴ്നാട്ടിൽ അത്യാവശ്യം നല്ലൊരു മഴയ്ക്ക് കാരണമാകും. അതിൻ്റെ ബാക്കി കേരളത്തിലേക്കും ലഭിക്കും. തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും അതിൻ്റെ അലയൊലികൾ ഉണ്ടായേക്കും. വടക്കൻ ജില്ലകളിൽ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം ഉണ്ടാകുമെന്നാണ് സൂചന. തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം, മാന്നാർ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അത് 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയായും മാറുകയേക്കും. എന്തായിരുന്നാലും ഈ സാഹചര്യത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്.